ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടോപ്പ് സ്റ്റേറ്റ് ലാംഗ്വേജസ്. നമ്മളെല്ലാവരും ലാംഗ്വേജസിന് പ്രണയിച്ചവരായിരിക്കും അല്ലേ? യെസ്, എനിക്ക് ഇഷ്ടമാണ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് പഠിക്കാൻ. എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് യൂസ് ആവുന്ന ഒരു വീഡിയോ ആണിത്. നമുക്ക് ഈസി ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫണ്ണി വേയിൽ എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് പഠിക്കാം, ഒരു ലാംഗ്വേജിൻ്റെയും ബേസിസ് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് എങ്ങനെ പഠിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ. നോർമൽ ലൈഫിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ നോർമൽ ഇംഗ്ലീഷിനേക്കാളും മോഡേൺ ഇംഗ്ലീഷിൽ എന്തൊക്കെ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന വീഡിയോയിലായാലും ഈ ഒരു വീഡിയോയിലായാലും ഞാൻ ഇംഗ്ലീഷ് മാത്രമല്ല അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബേസിക്സ് ഓഫ് സ്പാനിഷ്, ജർമ്മൻ, ഹിന്ദി, തമിഴ്, മലയാളം എല്ലാം തന്നെ ഉണ്ടാകും. എനിക്കറിയാവുന്ന എല്ലാ ലാംഗ്വേജസിൻ്റെയും ബേസിക്സ് ഞാൻ ഇതിൽ പറഞ്ഞുതരും. ഐ നോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും വലിയൊരു സ്വപ്നമായിരിക്കും പുറത്ത് പോയി പഠിക്കണം, അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി എടുക്കണം എന്നുള്ളതൊക്കെ. അതിനുവേണ്ടി നമ്മളിപ്പോൾ +1 +2 കഴിഞ്ഞാൽ ഉടനെ ജർമ്മൻ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് പഠിക്കാൻ പോകണം, ഇംഗ്ലീഷ് പഠിക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ച് സെറ്റ് വെച്ചിട്ടുണ്ടാവും. അവർക്കും കൂടി യൂസ് ആവുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ക്ലാസ് കൊണ്ടുപോകുന്നത്. ബിക്കോസ് അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്ന ബേസിക്സ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ നെക്സ്റ്റ് കരിയർ +1 +2 ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നതിന് മുന്നേ ജർമ്മൻ ഒരു ലാംഗ്വേജ് ആയിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞിരുന്ന ബേസിക്സ് കൊണ്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. അതിനും കൂടി എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഷെയറും കൂടി ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഹലോ, അപ്പോൾ തുടങ്ങാം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നുമില്ല. നമുക്കിന്ന് ഇംഗ്ലീഷ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു എന്താ പറയുക, ഒരു ബിഗ് സെൻറ്റൻസ് ആണ്. ഓക്കെ, മൗത്ത് ഫുൾ ഓഫ് സെൻറ്റൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഫസ്റ്റ് വേർഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. സൂപ്പർകാലിഫ്രാജിലിസ്റ്റിക്എക്സ്പിയാലിഡോഷ്യസ്. ഞാൻ ആരെയും ചീത്ത പറഞ്ഞതൊന്നല്ല കേട്ടോ. അതൊരു സെൻറ്റൻസ് ആണ്. സൂപ്പർകാലിഫ്രാജിലിസ്റ്റിക്എക്സ്പിയാലിഡോഷ്യസ്. ഇതിൻ്റെ മീനിങ് വളരെ സിമ്പിളാണ്. കേൾക്കുമ്പോൾ ഇത് വലിയൊരു വേർഡായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ മീനിങ് വളരെയേറെ ചെറുതാണ്. നമ്മളിപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്, ഇല്ലെങ്കിൽ വണ്ടർഫുൾ, എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രീംലി ഗുഡ് എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ മീനിങ്. യെസ്, നമ്മളോടിപ്പോൾ ആരെങ്കിലും വന്നിട്ട് എന്നെ കാണാൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ പോയ പാർട്ടി എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പറയും ഇറ്റ്സ് വണ്ടർഫുൾ, എക്സ്ട്രീംലി ഗുഡ്, ഇറ്റ്സ് പാർട്ടി ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറയില്ലേ. അതിന് പകരം ഇറ്റ്സ് സൂപ്പർകാലിഫ്രാജിലിസ്റ്റിക്എക്സ്പിയാലിഡോഷ്യസ്. ഐ ഹോപ്പ് ഞാനിപ്പോൾ പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. 1964 പുറത്തിറങ്ങിയ ഫേമസ് ആയിട്ടുള്ള ചിൽഡ്രൻ മൂവിയുണ്ട്, മേരി പോപ്പിൻ. ആ ഒരു മൂവിയിലൂടെയാണ് ഈ ഒരു വേർഡ് പുറത്തേക്ക് പബ്ലിഷ് ആയത്. ഈസി വേയിൽ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഈ ഒരു വേർഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഒരു സോങ്ങിലൂടെയായിരുന്നു അവർ കുട്ടികളെ പഠിപ്പിച്ചത്. ഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ് സോങ് എന്ന്, അല്ലെങ്കിൽ മേരി പോപ്പിൻ സോങ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇതിൻ്റെ ഫുൾ സോങ് കിട്ടും. ആൻഡ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കത് യൂസ് ആക്കാം. ഇത് നമുക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചാലോ. സൂപ്പർകാലി ഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്. സൂപ്പർകാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്. അതെ, ഇത്രയും നേരം ഞാൻ ആ വേർഡ് പറഞ്ഞു, അതിൻ്റെ മീനിങ് പറഞ്ഞു, എവിടെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞു. നമുക്കതിൻ്റെ സ്പെല്ലിംഗ് കൂടെ നോക്കാം അല്ലേ. സൂപ്പർകാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്. നമുക്കതിനെ തരംതിരിക്കുക. സൂപ്പർകാലി ഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്. സൂപ്പർകാലി SUPERCALI. സൂപ്പർകാലി ഫ്രാജിലിസ്റ്റിക് FRAGILISTIC. ഫ്രാജിലിസ്റ്റിക്. എക്സ്പിയാലി EXPIALI. എക്സ്പിയാലി. ഡോഷ്യസ് DOCIOUS. ഡോഷ്യസ്. സൂപ്പർകാലി ഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ആ ഒരു വേർഡ് കണ്ടു, വേർഡിൻ്റെ മീനിങ് കണ്ടു, ആൻഡ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കണ്ടു, ആൻഡ് അതിൻ്റെ സ്പെല്ലിങ്ങും കണ്ടു. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാലോ. അതായത് ഒരു കോൺവെർസേഷനിൽ നമുക്ക് ഈ ഒരു വേർഡിനെ കൊണ്ടുവന്നാലോ നോക്കാം. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് ഹൗ വാസ് ദ തീം പാർക്ക് എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഹൗ വാസ് ദ പാർട്ടി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേർഡ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ അതിനെ ആൻസർ ചെയ്യാം. ഹൗ വാസ് ദ തീം പാർക്ക്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആൻസർ: ഇറ്റ് വാസ് വിതൗട്ട് എ ഡൗട്ട് ഇറ്റ്സ് സൂപ്പർകാലിഫ്രാജിലിസ്റ്റിക്എക്സ്പിയാലിഡോഷ്യസ്. ദ റോളർ കോസ്റ്റർ വർ ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മളോട് വന്നിട്ട് തീം പാർക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, വണ്ടർഫുൾ ആണ്, എക്സ്ട്രീംലി ഗുഡ് ആണ് എന്നതിന് പറയുന്നതിന് പകരം വിത്തൗട്ട് എ ഡൗട്ട് ഇറ്റ്സ് സൂപ്പർകാലിഫ്രാജിലിസ്റ്റിക്എക്സ്പിയാലിഡോഷ്യസ്. ഇതേപോലെ തന്നെയാണ് ആരെങ്കിലും വന്ന് പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഐ മീൻ ലുക്കിംഗ് പ്രിറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ലുക്ക് ലൈക്ക് സൂപ്പർകാലിഫ്രാജിലിസ്റ്റിക്എക്സ്പിയാലിഡോഷ്യസ്. അതായത്
നിന്നെ കാണാൻ വളരെ വണ്ടർഫുൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്നെ കാണാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്നെ കാണാൻ എന്താ പറയുക എക്സ്ട്രീംലി ഗുഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്ന ആ വേർഡും അതിൻ്റെ മീനിങ്ങും അത് എവിടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതും അതിൻ്റെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ വേർഡ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലോ അതും കമൻറ്റിലേക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ആക്കി തരുന്നതാണ്. ആൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു ഫണ്ണി വേയിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് ലാംഗ്വേജസ് പഠിക്കാം. അതിന് എൻ്റെ കൂടെ കൂടിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വേർഡും അതിൻ്റെ മീനിങ്ങും ഒക്കെ ആയിട്ട് കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ, സീ യു.